നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനത്തിന് തുടക്കമായി. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സെപ്റ്റംബർ 17 സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ അവകാശ ദിനാചരണവും ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമ്മതിദാനാവകാശങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് മേലൂർ മണ്ഡലം വാർഡ് 12-19 സംയുക്തമായി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി. കോൺഗ്രസ് മേലൂർ മണ്ഡലം വാർഡ് 12-19 സംയുക്തമായി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PA സാബു, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഷാജൻ മാടവന, PV പാപ്പച്ചൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജാൻസി പൗലോസ്, ഷീജ പോളി, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് TO ഷാജൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് VG ആൻഡ്രു മാസ്റ്റർ, വാർഡ് പ്രസിഡന്റ്മാരായ TO വാവച്ചൻ മാസ്റ്റർ, PC സുനിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പോൾ D നെറ്റിക്കാടൻ, മണ്ഡലം സെക്രട്ടറിമാരായ KK രാജേഷ്, KO ഷാജൻ, ബെന്നി തെക്കൻ, ടോമി മങ്കുടിയാൻ, ജോബി തെക്കൻ, വർഗീസ് കിഴക്കിനേടത്ത്, അനീഷ് പറപ്പിള്ളി എന്നിവർ MLA-യോടൊപ്പമുണ്ടായിരുന്നു. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സെപ്റ്റംബർ 17 സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ പരമ്പരകളിലെയും ഇതര ആശ്രമങ്ങളിലെയും ശ്രേഷ്ഠ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 17 ബുധനാഴ്ച 3 മണി മുതൽ കൊടകര പൂനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തുന്ന സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യനും സംഘാടക സമിതി തൃശൂർ ജില്ലാ രക്ഷാധികാരിയുമായ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കുന്നു. സംസ്ഥാന സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ് വിഷയാവതരണം നടത്തും. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, സ്വാമി നന്ദാത്മച, സ്വാമി വേദാമൃതപുരി, സ്വാമി ശുദ്ധ വിഗ്രഹാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി, സത്യൻ കുറവത്ത്, MV മധുസൂദനൻ, PP സുമേഷ്, M സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. കൂട്ടായ്മയായിട്ടുള്ള മാർഗദർശ മണ്ഡൽ എന്ന് പറയുന്ന സന്യാസിമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസം 7 കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് 21 സമാപിക്കുന്ന ധർമ്മ സന്ദേശയാത്രയാണ്. ആ യാത്ര ഒക്ടോബർ മാസം 13 തൃശ്ശൂർ എത്തിച്ചേരും. രാവിലെ 10 മണിക്ക് തൃശ്ശൂർ എത്തിച്ചേരുന്ന യാത്ര അന്ന് വൈകുന്നേരം വരെ തൃശ്ശൂർ വിവിധ പരിപാടികളുണ്ടാകും. രാവിലെ 10 മണിക്ക് തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്ര പുരോഹിതന്മാർ, സന്യാസിമാർ, കർഷകർ, അതോടൊപ്പം തന്നെ കൃഷിക്കാർ, മാധ്യമ പ്രവർത്തകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ അടക്കം സമസ്ത മേഖലയിലുള്ള ആളുകളുടെ കൂട്ടം ഇവിടെ 17 നടക്കുന്ന സനാതന ധർമ്മ സദസ്സ് സന്യാസി ശ്രേഷ്ഠന്മാരുടെ വലിയൊരു കൊടാരയിലെ വലിയൊരു ജന പങ്കാളിത്തത്തിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ട് മാറും. സനാതന ധർമ്മ സദസ്സിനെ
തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ആശ്രമങ്ങളിലെയും സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കും. കൂടെയുള്ള പല പ്രമുഖരും പല ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളും. അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ അവകാശ ദിനാചരണവും ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. വികാരി ഫാദർ ജെയ്സൺ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൈക്കാരന്മാരായ ലിറ്റോ ജോസ്, ജോയ് അച്ചാണ്ടി, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം ഹരൺ ബേബി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജോയ് മുത്തിപ്പീടിക എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഭാരത ക്രൈസ്തവനായ ഞാൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എനിക്കും എന്റെ സമുദായത്തിനും ലഭിക്കേണ്ടതായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് തിരിച്ചറിയുന്നു. രാജ്യമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, സഭയുടെ വസ്തുവകകൾ കൈയടക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര തെക്കിനിയടത്ത് വീട്ടിൽ ഒബ്രു എന്ന് വിളിക്കുന്ന വിവേക് 38 വയസ്സ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ അന്തിക്കാട്, പെരിങ്ങോട്ടുകര എന്നീ സ്ഥലങ്ങളിൽ പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് വിവേകിനെ പെരിങ്ങോട്ടുകര ജംഗ്ഷനിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവേക് 1 കവർച്ചാ കേസിലും 4 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും വീടുകയറി ആക്രമണം നടത്തിയ 2 കേസിലും 1 മോഷണ കേസിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത ലഹരി നൽകിയതിനായി വീട്ടുകാരെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ 1 കേസിലുമടക്കം 14 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, തോമസ്, സീനിയർ പോലീസ് ഓഫീസർമാരായ ഷാനവാസ്, അനീഷ്, മുരുകൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമ്മതിദാനാവകാശങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ജയ I സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റെജു മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ പ്രിയലക്ഷ്മി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപികയായ മാഗി മാണി പ്രബന്ധാവതരണം നടത്തി. നിയ ബാബു ഭരണഘടനയുടെ ആമുഖം വായിച്ചു. വളണ്ടിയർമാരായ സാവിയോ സോജൻ, ആൻഡ്രിൻ, അഭിനവ് ദേവൻ, അന്ന സേവ്യർ, ഹന്ന ഡിക്രൂസ്, അശ്വതി ബിനീഷ്, അലേഗ്രോ സി ബാബു എന്നിവർ നേതൃത്വം നൽകി. നാടും നഗരവും അമ്പാടികളാക്കി മാറ്റിക്കൊണ്ട് കൃഷ്ണരാധമാർ നഗര ഗ്രാമവീഥികളിൽ നിറഞ്ഞൊഴുകി. നാടും നഗരവും അമ്പാടികളാക്കി മാറ്റിക്കൊണ്ട് കൃഷ്ണരാധമാർ നഗര ഗ്രാമവീഥികളിൽ നിറഞ്ഞൊഴുകി. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന മഹാശോഭയാത്ര മേളാരംഗത്തെ പുതിയ താരം സംവേദ വേണു ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ സംഘാടക സമിതി അധ്യക്ഷൻ സംവിധായകൻ സുന്ദർദാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ PR ബാബു, ആഘോഷ പ്രമുഖ് TR ഹരി, ഖണ്ഡ് സംഘചാലക് G പത്മനാഭ സ്വാമി, സഹ ആഘോഷ പ്രമുഖന്മാരായ ബിനു മോഹൻ, രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ, സംയോജകൻ രാജേഷ് പിഷാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ശോഭയാത്രകൾ നോർത്ത് ബസ് സ്റ്റാൻഡിൽ സംഗമിച്ച ശേഷം നോർത്ത് സൗത്ത് വഴി ചാലക്കുടി മരത്തോമ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. 100 കണക്കിന് ബാലികാബാലന്മാർ രാധാകൃഷ്ണ വേഷത്തിൽ വീഥികൾ നിറഞ്ഞാടി. താളമേളങ്ങൾ, ഭജന, നിശ്ചദൃശ്യങ്ങൾ, ഗോപിക നൃത്തം എന്നിവ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി മാറ്റി. കൺവീനർമാരായ KM ഹരിനാരായണൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, മനോജ് പുളിക്കൽ, KB ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ കൂടപ്പുഴ, ഗോപികൃഷ്ണൻ, സൗമ്യ പ്രതീഷ്, ശ്വേത പ്രമോദ്, MS ദിലീപ് ഗണേശൻ, ശാസ്താംകുന്ന്, MR പ്രതീഷ്, MA രഞ്ജിത്ത്, നിഷിൽ വിജയൻ, നന്ദനൻ TU, KS രാജീവ് കുമാർ, കാശിനാഥൻ TA, അശ്വത് നന്ദനൻ, ആശാ പ്രമോദ്, ആവണി മനോജ് തുടങ്ങിയവർ മഹാശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഗോപികമാരെ, ഉണ്ണിക്കണ്ണന്മാരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ സാധ്യതകളാണ്. ഇന്ന് നഗരവും ഗ്രാമങ്ങളെല്ലാം വളരെ ആഘോഷത്തിലും ഉത്സവത്തിലുമാണ്. കാരണം ശ്രീകൃഷ്ണൻ നമുക്ക് സന്തോഷമാണ്, അതേസമയം പരമാനന്ദമാണ്.
ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനത്തിന് തുടക്കമായി. കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ സെപ്റ്റംബർ 17 സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വരാക്കര സൗത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയിൽ അവകാശ ദിനാചരണവും ഭീമഹർജി ഒപ്പുശേഖരണവും നടത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ പോലീസ് പിടികൂടി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമ്മതിദാനാവകാശങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.